ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ ഞാൻ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു തരാം. കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിട്ട് 3 മാസം മാത്രമാവുന്ന TVSന്റെ ജൂപ്പിറ്റർ സ്കൂട്ടർ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി, സ്റ്റാർട്ട് ആവുന്നില്ല. ഫുൾ ടാങ്ക് പെട്രോളും ഉണ്ട്. പെട്രോൾ അടിച്ച് 5 കിലോമീറ്റർ ഓടിയതിനു ശേഷമാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്നത്. അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി, എന്താ പ്രശ്നം എന്നറിയില്ല. ഞാൻ TVSന്റെ സർവീസ് സെന്ററിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു സെൻസറിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കും, വെള്ളത്തിലൂടെ വണ്ടി ഓടിച്ചതിന്റെ കംപ്ലൈന്റ് ആയിരിക്കാം എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഓക്കെ പറഞ്ഞു. അവരുടെ റിക്കവറി വാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത സർവീസ് സെന്ററിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞു. അങ്ങനെ എന്റെ വണ്ടി തൊട്ടടുത്തുള്ള കായംകുളത്തുള്ള TVSന്റെ ഷോറൂമിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ടാങ്കിൽ മൊത്തം ഡീസലാണ്, അതുകൊണ്ട് ഡീസൽ അടിച്ചത് കാരണം ഇതിന്റെ ഫ്യൂവൽ പമ്പ് കംപ്ലൈന്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് പമ്പിൽ ചെന്ന് കംപ്ലൈന്റ് പറയണം എന്ന് പറഞ്ഞു. പ്രായ്ക്കരയിലുള്ള ഈ ജിയോ പമ്പിൽ നിന്നാണ് ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ 12-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് അടിച്ചത്. ഞാൻ കംപ്ലൈന്റ് പറഞ്ഞതനുസരിച്ച് അവർ CCTV ചെക്ക് ചെയ്തിട്ട് പറയാമെന്നാണ് പറഞ്ഞിരുന്നത്. അവരെനിക്ക് CCTVയുടെ ദൃശ്യം അയച്ചു തന്നു. അതിൽ കറക്റ്റ് പെട്രോളിന്റെ നോബ് വെച്ച് തന്നെയാണ് അവർ പെട്രോൾ അടിച്ചിരിക്കുന്നത്. ഞാൻ വീണ്ടും ഷോറൂമിൽ ചെന്നു. അവരോട് പറഞ്ഞു അവർ പെട്രോൾ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞ എവിഡൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ പെട്രോൾ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഈ പെട്രോളിന് ഡീസലിന്റെ സ്മെല്ലാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഫ്യൂവൽ പമ്പ് കംപ്ലൈന്റ് ആയെന്ന്. എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. ഷോറൂമിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ആണോ, ഫ്യൂവൽ പമ്പ് തന്നെ കംപ്ലൈന്റ് ആയതാണോ? ഇനി അവർ അടിച്ചത് പെട്രോൾ ആണെങ്കിൽ ഈ ഫ്യൂവൽ പമ്പ് എങ്ങനെ കംപ്ലൈന്റ് ആയി? എന്താ ചെയ്യേണ്ടത്? ആര് പറയുന്നതാ വിശ്വസിക്കേണ്ടത്, ആര് പറയുന്നതാണ് അവിശ്വസിക്കേണ്ടത് എന്നറിയാതെ ഷോറൂമിലും പെട്രോൾ പമ്പിലും ഓടി നടക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിക വാങ്ങിക്കാന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ? അവസ്ഥയാണ്.